പാർട്ടിക്കാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോ കേസായി. ഈ കമ്മിങ് 20-ാം തീയതി അതിന്റെ ഫസ്റ്റ് ഹിയറിങ്ങിന് കോടതി വിളിച്ചിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഓക്കെ ആവും. അതുവരെ സാറൊന്ന് ക്ഷമിക്കണട്ടാ. ഇതൊക്കെ വല്ലതും നടക്കൂ ജോയെ? ഈ പാർട്ടിക്കാരുടെ നിന്ന് കോമ്പൻസേഷൻ കിട്ടിയിട്ടാ താൻ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പോണേ? അധികമൊന്നും വേണ്ട, ഒരു 3 മാസത്തെ എക്സ്റ്റൻഷൻ സാറ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരണം. അതിനുള്ളിലൊരു തീരുമാനം ഉണ്ടായില്ല വെച്ചാ സാർ പിന്നെ എന്തുട്ടാന്ന് വെച്ചാൽ ജപ്തി ചെയ്തോളാം. നീ എന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കിയ ജോയെ? എനിക്കത് മനസ്സിലാവും. തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടേ സാറേ. നമ്മുടെ തൃശ്ശൂരുള്ളൊരു ഗടി കുറെ കാലം മുമ്പ് നമുക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് നൈറ്റ് കണ്ടുപിടിച്ചു. ഇപ്പൊ കോടിക്കണക്കിന് റുപ്യാണ് എൻ്റെ ആസ്തി. എൻ്റെ പുണ്യാളന കൃപത്തേസിനും അതുപോലത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. നമ്മള് കുറെ സ്വപ്നം കണ്ടതാ. സാറ് വിചാരിച്ചാൽ നടക്കും. സാറ് വിചാരിക്കേ. അവിടെ ഉണ്ട് സാർ ഒരു 3 മാസം. എന്താണോ ഇത്? പരിഹാരം ഉണ്ടാക്കാന്ന് എണീക്കണം. സാറ് സിബിട്ടല്ലേട്ടാ. തുമ്പി എന്നാലും അയാളുടെ കാല് പിടിക്കണ്ടായിരുന്നു ജോയേട്ടാ. 3 മാസത്തെ ടൈം കിട്ടിയില്ലടാ. അപ്പനെ അമ്മനെ അവരെ വാടകയ്ക്ക് കിട്ടും, പക്ഷെ ടൈം അത് വാടകയ്ക്ക് കിട്ടില്ലട്ടാ. സോ വി ഹാവ് ടു യൂസ് ദ ടൈം വൈസ്ലി. മനസ്സിലായാ? അപ്പൊ ഭയങ്കര ജോയേട്ടാ അടുത്ത കുറിച്ച്. അയ്യോ, ഇന്ന് മറ്റന്നാളാ? അന്നത്തെ മറ്റന്നാളെ 3 ആഴ്ചയല്ലേ ജോയേട്ടാ? അയ്യോ കണ്ടൂടാ, ഞാൻ മണീസിന്റെ ഫ്രണ്ട് ഉണ്ടാവുന്നേ. വണ്ടി എടുത്തോണ്ട് വായോ. ഈ കൈ വെച്ചിട്ടാ ജോയേട്ടാ? അത് ജോയേട്ടനല്ല ഭയ. അല്ലടാ, അതാ ആളിഞ്ഞിന്. മോലാളി മോലാളി, അയ്യോ അഭയകുമാറിന് അമ്പായകുമാറാണ്. അഭയകുമാറിന് മോലാളി നിക്ക്. കളിക്കണ്ടേ? ഓടല മോലാളി, ഓടണെങ്കിൽ നീ പോടാ. ഇത് വെടിമുണ്ട പാഞ്ഞ മരി. മോലാളി ഇവന് കാലം വെച്ച് വീട്ടിലിരുന്നൂടെ? കാല് കണ്ടീഷൻ കേട്ടോ, വലിക്കില്ലേ മോലാളി? വണ്ടിയുടെ കാര്യത്തില് മോലാളി പകുതി ഓമ കിട്ടുട്ടാ. പടി വന്നാലാ മോലാളി? ഇവനെങ്ങനെ കാലം വെച്ച് ഇങ്ങനെ ഓടാൻ പറ്റണേ? ഗ്ലോബലൈസേഷന്റെയും വാണിജ്യവൽക്കരണത്തിന്റെയും ഇടയിൽ ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം മനുഷ്യജീവന് എന്തു വില കൊടുക്കുന്നുവെന്ന് തെളിയിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഈ BT വഴുതന ഉൽപ്പാദിപ്പിക്കാനുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഈ നീക്കം. അധികാരത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് ഈ ജനവികാരം ഭരണതലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മെ കൊണ്ടാകുന്നതൊക്കെ നമുക്ക് ചെയ്യാം. കൂടുതൽ ചെറുപ്പക്കാർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരപന്തലിലേക്ക് ഒഴുകി വരുന്ന കാഴ്ച ഈ ജനകീയ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഈ സമരത്തിൽ RIP യുവനേതാവ് സാബു പാറത്തടത്തിലും KFC യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഉല്ലാസ് മോഹനും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് തൃശൂർ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ ചെറിയ കൊച്ചു സമരം നാളെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും സമരം നിങ്ങളോട് ഞാൻ വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജോയി താക്കോൽക്കാരനല്ലേ? അതല്ലോ. ഞാൻ KFC യൂത്ത് വിംഗ് സെക്രട്ടറി ഉല്ലാസ് മോഹൻ. ഒന്നുകൂടി വന്ന ഒരു കാര്യം പറയട്ടെ. ജോയി പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ സാബ് ഒന്നും നിങ്ങളെ തൊടില്ല. അങ്ങോരെന്താ ഇവിടെ? വെറുതെ ഷോ. ഇജാതി ജനകീയ സമരങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കണ്ടേ? ജസ്റ്റ് ഫോർ നെയിം സേക്ക്. അത് പോട്ടെ. സത്യത്തിൽ ഞാൻ ജോയി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ? റൂളിംഗ് പാർട്ടിയായ ഞങ്ങളെ പാർട്ടിക്കെതിരെ നടത്തിയ ഹർത്താലിനെതിരെയാണല്ലോ ജോയി കേസ് കൊടുത്തിരിക്കണേ. ഒരു തരത്തിൽ നമ്മൾ രണ്ടുപേരും സെയിം സൈഡാ. നാളെ തുടങ്ങാൻ പോണ ഈ കേസിൽ KFCയുടെ ഫുൾ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ജോയിക്ക് ഉണ്ടാവും. അത് ഭയങ്കര സന്തോഷായി. ഞങ്ങൾ ഈ ചെയ്യുന്ന ഹെൽപ്പിന് പകരമായിട്ട് ചെറിയൊരു സംഖ്യ ജോയി ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. ബൈ ഇലക്ഷനാ വരണേ, അറിയാലോ. ഇത് ജയിച്ചാ പിന്നെ കോർപ്പറേഷൻ നമ്മുടെ കയ്യില. പിന്നെ നമ്മള് പറഞ്ഞത് അവിടുത്തെ റൂൾസ്. എത്ര പ്രതീക്ഷിക്കണേ? ഒരു 2 രൂപ. നിങ്ങൾക്കൊക്കെ അതൊരു തുകയാണ് എന്ന് വെച്ചാ? ഒന്നും അറിയാത്ത പോലെ 2 ലക്ഷം. ബാഗിന് പോലും താങ്ങാൻ പറ്റില്ല. നാളെ ഫാക്ടറിയിൽ ആള് വരും, അപ്പൊ കൊടുത്താ മതി. ശരി എന്നാ ആയിക്കോട്ടെ.
ഇതുപോലെ ഒന്ന് കൂടണമെങ്കിൽ നീ ഇനി സൗത്ത് ആഫ്രിക്കയിലേക്ക് വരേണ്ടി വരും. ഈ പോളി ഇത് എവിടെ പോയി കിടക്കുക? നീ നാളെ എയർപോർട്ടിലേക്ക് വരില്ലേടാ? ഇല്ല, നാളെ നമ്മുടെ കോടതിയിലെ കേസ്. കേസൊക്കെ നടക്കും. നീ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. നിന്റെ പ്രശ്നം കുറച്ച് ആനപ്പിണ്ടല്ലേ, അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. എങ്ങനെയാ? എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട്, അയ്യപ്പൻ, പഴയ ആനപ്പാപ്പാന. അവൻ വിചാരിച്ചാ കിട്ടാത്ത ആനപ്പിണ്ടൊന്നും തൃശ്ശൂരില്ല മോനെ. നീ അയ്യപ്പനെ ഒന്ന് വിളിക്കേ. ഈ ആനപ്പിണ്ടല്ല അപ്പാപ്പ ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. പിന്നെ എന്നിട്ടാ ഗ്രേസി, നീ ആ ബോക്സ് എടുത്തേ. ഇപ്പൊ ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഇത് തരാൻ കൂടിയാണ് നിന്നോട് ഇന്ന് വരാൻ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? പറയടാ. അതാ ഞാൻ പറഞ്ഞത്. ഇനി ഒരെണ്ണടി. എനിക്ക് ഒന്നും വേണ്ടായിരുന്നു അപ്പാപ്പ. നീ അങ്ങനെ പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കലടാ ജോയ്. എന്റെ മനസ്സിലെ സ്നേഹം മുഴുവൻ നിനക്കാടാ. ഞാൻ അപ്പാപ്പനെ വല്ലാണ്ട് മിസ് ചെയ്യും. താങ്ക് യു. ഓ, ആ താങ്ക്സ്. തുറന്നു നോക്കടാ. നിന്റെ അമ്മാമ്മയുടെ കൊന്തമാലയായിട്ട് നീയാ ഇനി ഇത് സൂക്ഷിക്കേണ്ടത്. പിന്നെ എന്റെ അന്നാമ്മയുടെ ഓർമ്മ ദിവസം നിങ്ങൾ എല്ലാവരും മറക്കാതെ പള്ളി പോണം. ഓ, ഓൾ ദി വെരി ബെസ്റ്റ് ജോയ്. പുണ്യാളൻ അഗർബത്തീസ് വർക്കൗട്ട് ആവും, എനിക്ക് ഉറപ്പുണ്ട്. മോനെ, നിന്റെ നല്ല മനസ്സുകൊണ്ടാടാ എനിക്ക് ഗ്രേസിയെ പോലൊരു മാലാഖയെ കിട്ടിയത്. ഒന്ന് പോയി ചായ. മാലാഖയല്ല, പിശാചാണ്. ഞാനൊന്ന് ഇറങ്ങട്ടെ പാപ്പ. ഇതവക്ക് ഭയങ്കര ഇഷ്ടാവും. സർപ്രൈസ് അല്ലേ? ഫ്ലൈറ്റിലൊക്കെ പിടിച്ചിരുന്ന രണ്ടാളും. എന്തൊട്ട് പരിപാടിയാ ജോയേട്ടെ കാണിച്ചേ? ഇതെവിടെയായിരുന്നു? കോടതിയിൽ കേസ് ഇപ്പൊ വിളിക്കും. ഒന്നും പറയണ്ട, അപ്പാപ്പനെ എയർപോർട്ടിൽ കൊണ്ട് വിടേണ്ട വന്നു. പിന്നെ കൊച്ചിയിലെ കുഴിയിൽ വീണ് ചാകാതിരുന്ന ഭാഗ്യം ഗ്രീനുവേ. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മാറ്റർ വരാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ജോയേട്ടാ, അവരെ കണ്ട? ആ വണ്ണുള്ളത് RIP തൃശൂർ ജില്ലാ സെക്രട്ടറി KC മാത്യൂസ്. നമ്മുടെ കേസിൽ 1-ാം പ്രതിയാ. ഈ വരുന്ന ബൈ ഇലക്ഷനിൽ RIP കാൻഡിഡേറ്റാന്നാ കേക്കണേ. ജയിച്ച തൃശൂർ മേയറാ. ആള് പുലിക്കുട്ടിയാ. ടിവിയിൽ കണ്ടിട്ടുണ്ട്. അതിനടുത്തുള്ളത് 2-ാം പ്രതി RIPB ജില്ലാ പ്രസിഡന്റ് പപ്പൻ കോട്ടപ്പുറം. പുലിയ ഉപ്പുലിയാ കണ്ടില്ല. ആ പൊക്കമുള്ളവൻ ADB ജില്ലാ കൺവീനർ നന്ദൻ കാവൽക്കോട്ട. സൈസ് കണ്ടൊന്നും പേടിക്കണ്ട, ആള് വാഴ. കൂടിയുള്ളത് അവരുടെ പാർട്ടി വക്കീല് ഹസൻ മരക്കാർ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അതിന് പിന്നാലെ പുലിയല്ല, സിംഹഗടി. നിനക്കൊരു കാശ് വല്ലതും തന്നാ? ഇല്ല. പിന്നെന്തുകൊണ്ടാ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലണേ?